എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിറ്റാമിനുകളെ കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ധാതു ലവണങ്ങളും മറ്റു പോഷകേതര ഘടകങ്ങളെക്കുറിച്ചുമാണ്. ധാതു ലവണങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ മുതലായവയാണ്. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാണ് ഇരുമ്പ് ആവശ്യം. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇരുമ്പടങ്ങിയ ഒരു പ്രോട്ടീനാണ്. ഇനി കാൽസ്യവും ഫോസ്ഫറസും എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, തൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പോൾ കാൽസ്യവും ഫോസ്ഫറസും എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനും അതേപോലെ പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമാണ്. സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും അയഡിൻ ആവശ്യമാണ്. അയഡിൻ്റെ അഭാവം കൊണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. ഇനി നമുക്ക് ആവശ്യമുള്ള മറ്റൊരു പോഷകേതര ഘടകമാണ് ജലം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 65% ജലമാണ്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 65% ജലമാണ്. തലച്ചോറിൽ 85% ജലത്തിൻ്റെ അളവ്. രക്തത്തിൽ 90%, എല്ലുകളിൽ 25%. ജലം ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വച്ചാണ്. ഇനി നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള ഒരു ഘടകമാണ് നാരുകൾ, സെല്ലുലോസ് എന്നറിയപ്പെടുന്ന നാരുകൾ. സസ്യാഹാരത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് നാരുകൾ എത്തുന്നത്. ഇതിനെ ദഹിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ കൂടി നമ്മൾ നാര് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. നാരടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറികളാണ്. ഇലക്കറികളും പച്ചക്കറികളുമാണ് നാരുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ. ഇനി മറ്റൊരു ഭക്ഷ്യോൽപ്പന്നമാണ് പാൽ എന്ന് പറയുന്നത്. പാലിൽ കാണുന്ന ബാക്ടീരിയ ആണ് ലാക്ടോബാസിലസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ് കേസിൻ. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ്. പാലിൽ ഇല്ലാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഇപ്പോൾ പാലിൽ കാണുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ് ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ കേസിൻ ആണ്. പാലിൽ അടങ്ങിയ പഞ്ചസാര ലാക്ടോസ് ആണ്. പാലിൽ ഇല്ലാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി തിമിംഗലമാണ്. ഏറ്റവും കൊഴുപ്പേറിയ പാല് മുയലിൻ്റെ പാലാണ്. ഏറ്റവും പോഷകസമൃദ്ധമായ പാല് ആടിൻ്റെ പാലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി തിമിംഗലമാണ്. ഏറ്റവും കൊഴുപ്പടങ്ങിയ പാല് മുയലിൻ്റേതാണ്. ഏറ്റവും പോഷകസമൃദ്ധമായ പാല് ആടിൻ്റെ പാലാണ്. ഇനി പാലിനെ കുറിച്ചുള്ള എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ. ധവള വിപ്ലവം, പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു ധവള വിപ്ലവം. ഡോക്ടർ വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പാല് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള മാർഗമാണ് പാസ്ചറൈസേഷൻ ആവിഷ്കരിച്ചത് ലൂയി പാസ്ചറാണ്. ഇനി പാലിൻ്റെ ശുദ്ധത അളക്കാനുള്ള ഉപകരണമാണ് ലാക്ടോമീറ്റർ. ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആട്ടിൻപാലും എരുമപ്പാലും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദാണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഗുജറാത്തിലെ ആനന്ദ്, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലെ കർണാൽ. ലോകത്തിലെ ഏറ്റവും ചെറിയ പശു വെച്ചൂർ പശുവാണ്. കേരളത്തിൻ്റെ തനത് പശുവാണ് വെച്ചൂർ പശു. വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം കോട്ടയമാണ്. ജേഴ്സി പശുവിൻ്റെ ജന്മദേശം ബ്രിട്ടനാണ്. അപ്പോൾ പാല് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള മാർഗമാണ് പാസ്ചറൈസേഷൻ. ലൂയി പാസ്ചറാണ് പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത്. പാലുൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയായിരുന്നു ധവള വിപ്ലവം. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യനാണ്. പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഗുജറാത്തിലെ ആനന്ദ്, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലെ കർണാൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക. ഏറ്റവും കൂടുതൽ ആട്ടിൻപാലും എരുമപ്പാലും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്.
ലോകത്തിലെ ഏറ്റവും ചെറിയ പശു വെച്ചൂർ പശുവാണ്. വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം കോട്ടയമാണ്. ഇനി നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന പോഷകഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിലൊന്നാണ് ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഈ 3 മൂലകങ്ങളാണ് ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ധാന്യകത്തിൻ്റെ പ്രധാന ധർമ്മം ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം നൽകുക എന്നാണ്. അപ്പോൾ ധാന്യകം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നമുക്ക് ലഭിക്കുന്നത്. 1 ഗ്രാം ധാന്യകത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം 4.2 കലോറിയാണ്. ധാന്യകത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം എന്ന് പറയുന്നത് 2:1. ധാന്യകം പല രൂപത്തിലായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് പോളിസാക്രൈഡ്, ഡൈസാക്രൈഡ്, മോണോസാക്രൈഡ് എന്ന് പറയും. അന്നജം, സെല്ലുലോസ്, ഗ്ലൂക്കോസ് ഇതൊക്കെ ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ ദഹിക്കാത്ത ധാന്യകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെല്ലുലോസ് എന്ന് പറയുന്നത്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ ഇതിലൊക്കെ അന്നജ രൂപത്തിലാണ് ധാന്യകം അടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ ചോറ് തുടങ്ങിയ ധാന്യങ്ങൾ കഴിക്കുമ്പോഴും കിഴങ്ങുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് അന്നജമാണ്. ആ അന്നജം പിന്നീട് ദഹിച്ച് ഗ്ലൂക്കോസായി മാറുകയാണ് ചെയ്യുക. ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. അന്നജത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗ്ലൂക്കോസ്. ഇനി അന്നജത്തിൻ്റെ പരിശോധനയ്ക്കായി നടത്തുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അതായത് അന്നജം അടങ്ങിയ വസ്തുക്കൾ അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഒരു കടും നീല നിറം ലഭിക്കും. ആനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത് ഗ്ലൈക്കോജൻ ആണ്. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയ പോഷക ഘടകമാണ് ധാന്യകം എന്ന് പറയുന്നത്. ഊർജ ഉൽപാദനമാണ് ധാന്യകത്തിൻ്റെ പ്രധാന ധർമ്മം. ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, അതേപോലെ തന്നെ ഗ്ലൂക്കോസ്, സെല്ലുലോസ് മുതലായവ. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് നമ്മൾ നേരത്തെ പറഞ്ഞു. പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഫ്രക്ടോസ്. പ്രകൃതിദത്തമായ ഏറ്റവും മധുരമുള്ള പഞ്ചസാരയാണ് ഫ്രക്ടോസ്. തേനിൽ അടങ്ങിയിരിക്കുന്നതും ഫ്രക്ടോസ് ആണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പഞ്ചസാരയാണ് അസ്പാർട്ടം. കരിമ്പിൽ അടങ്ങിയ പഞ്ചസാരയാണ് സൂക്രോസ്. ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് മാൾട്ടോസ്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നതും കെയിൻ ഷുഗർ എന്നറിയപ്പെടുന്നതും സൂക്രോസ് ആണ്. മിൽക്ക് ഷുഗർ ലാക്ടോസ് ആണ്. ഭക്ഷണത്തിലൂടെ ലഭ്യമാകുന്ന മറ്റൊരു പ്രധാന പോഷകഘടകമാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. പ്രോട്ടീൻ്റെ ഘടകമൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ കൂടി പ്രോട്ടീനിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരകലകളുടെ നിർമ്മാണമാണ് പ്രോട്ടീൻ്റെ ധർമ്മം. അതുകൊണ്ടാണ് ബോഡി ബിൽഡേഴ്സ് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത്. പ്രോട്ടീൻ്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡാണ്. പ്രോട്ടീൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റാണ് നൈട്രിക് ആസിഡ് ടെസ്റ്റ്. ആ ടെസ്റ്റ് നടത്തുമ്പോൾ പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ലഭിക്കുന്ന നിറം വയലറ്റ് ആണ്. പ്രോട്ടീൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ക്വാഷിയോർക്കറും മരാസ്മസും. ഇനി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് മത്സ്യം, മാംസം, മുട്ട, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ സസ്യ ഉൽപ്പന്നമാണ് സോയാബീൻ. മുടി, നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ നമ്മൾ നേരത്തെ പറഞ്ഞു, കേസിൻ. ഇനി കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ്. കൊഴുപ്പിൻ്റെ ലഘുഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഊർജോൽപാദനമാണ് കൊഴുപ്പിൻ്റെ ധർമ്മം. 1 ഗ്രാം കൊഴുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് 9.3 കലോറിയാണ്. അതായത് ധാന്യകത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജം കൊഴുപ്പിൽ നിന്ന് ലഭിക്കും. കൊഴുപ്പിൻ്റെ ലഘുഘടകങ്ങളാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. രക്തത്തിലെ സാധാരണ കൊളസ്ട്രോളിൻ്റെ അളവ് 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെയാണ് വേണ്ടത്.